ശരണ്യ സ്നേഹജൻ എനിക്കൊപ്പം ചേരുന്നു. ശരണ്യ, സാധ്യതകൾ പരിശോധിക്കപ്പെടുമ്പോൾ BDJS മുന്നണി വിടുമോ എന്ന ചോദ്യത്തിന് ഇന്നലെ ശരണ്യ ചോദിച്ചപ്പോഴാണ് വെള്ളാപ്പള്ളി പറയുന്നത് അത്തരം ചിന്തയുള്ളവർ BDJSനകത്തുണ്ട് എന്ന കാര്യം അവർ അംഗീകരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഈ CPM ജില്ലാ നേതൃത്വം നാസർ ജില്ലാ സെക്രട്ടറി അദ്ദേഹമാണ് ഒരു പരോക്ഷമായി BDJSനെ സ്വാഗതം ചെയ്യുന്ന നിലപാടെടുക്കുന്നത്. CPMോ ഇടതുമുന്നണിയോ പൊതുവിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. അവർ BDJSന്റെ രൂപീകരണം മുതൽ അവരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രീയ പ്രസക്തിയില്ല എന്ന വാദം ഉന്നയിച്ചവരാണ്. ഇപ്പോൾ CPM സ്വാഗതം ചെയ്യുന്നുണ്ടോ, അതോ അതിനപ്പുറം അതൊരു ചോദ്യത്തിനുണ്ടായ ഉത്തരം എന്നതിനപ്പുറത്തേക്ക് ഈ നീക്കത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ BDJSനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ BDJSനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അത് BDJS താൻ SNDPയുടെ ഭാരവാഹിയാണ്, മറിച്ച് BDJS രാഷ്ട്രീയ പാർട്ടിയാണ്, അതിന്റെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളോ പറയുന്നത് തങ്ങളല്ല എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നലെ മുന്നണി വിടുമോ, അത്തരത്തിൽ മുന്നണിയിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അത് മുന്നണി വിടുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം അദ്ദേഹം നിരാകരിച്ചില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു അത് സംബന്ധിച്ച് പറയാൻ താൻ ആളല്ല എന്ന് പറയുമെങ്കിൽ പോലും വെള്ളാപ്പള്ളി പറഞ്ഞു വെച്ച ചില വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ചോദ്യത്തിനും അതിന് മുൻപുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു മുന്നണിയായി നിൽക്കുമ്പോൾ കാണിക്കേണ്ട ഏറ്റവും വലിയ മര്യാദ കാണിക്കുന്ന വിഭാഗമാണ് LDF എന്ന് പല ഘട്ടത്തിൽ ഇന്നലെ പത്രസമ്മേളനത്തിൽ ഉടനീളം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഓരോ ചെറിയ ഘടകകക്ഷികളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർക്ക് ഒരു സീറ്റ് വിജയിച്ചാൽ പോലും അവർക്ക് അർഹമായ പരിഗണന നൽകുന്നു, മന്ത്രിസ്ഥാനം അടക്കം നൽകിയാണ് LDF അവരെ ഉൾക്കൊള്ളുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുമായുള്ള ക്രിസ്മസ് വിരുന്നടക്കമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, അതായത് അതിന് മുൻപ് പത്രസമ്മേളനം തീരുമാനിച്ചിരുന്നതാണ്, പക്ഷേ അത് പല കാരണങ്ങളാൽ അദ്ദേഹം തന്നെ നീട്ടിവെച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയുമായുള്ള ആ ഒരു തിരുവനന്തപുരത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കണ്ടത് എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. അപ്പോൾ അദ്ദേഹം പറയുന്നതിനകത്ത് മുന്നണി വിടുമോ എന്നുള്ള ചോദ്യത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത് രണ്ട് അഭിപ്രായങ്ങൾ BDJSനകത്ത് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് BDJSന്റെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതായിരിക്കും കുറെ കൂടി BDJSന് ഗുണം ചെയ്യുക എന്നുള്ള അഭിപ്രായം SNDP യോഗം ജനറൽ സെക്രട്ടറിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര പരിശോധിച്ചാലും ഈഴവ വോട്ടുകളിൽ വലിയ പ്രശ്നം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കാർത്തികപ്പള്ളി, ഹരിപ്പാട് മേഖലകൾ നോക്കുകയാണെങ്കിലും, കായംകുളം നോക്കുകയാണെങ്കിലും, കുട്ടനാട് നോക്കുകയാണെങ്കിലും ആ ഒരു മുന്നേറ്റം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ BDJSും NDAയും നേടുന്ന ആ മുന്നേറ്റത്തിൽ പ്രധാനമായും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ അത് ഇടതുപക്ഷ വോട്ടുകളാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം UDFനേക്കാൾ കൂടുതൽ, അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ആ BDJSന്റെയോ അല്ലെങ്കിൽ NDAയുടെയോ വളർച്ചയിൽ അത് അഫക്റ്റ് ചെയ്യപ്പെട്ടിരുന്നത് UDFനെ ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ചിത്രത്തിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടിയുറച്ച ഈഴ വോട്ടുകൾ ഇടതു കോട്ടയിലേക്ക് എപ്പോഴും പോൾ ചെയ്യപ്പെട്ടിരുന്ന ആ ഈഴ വോട്ടുകൾ മാറ്റം സംഭവിക്കുകയും അത് ഇപ്പുറത്തേക്ക് വന്ന് അത് BDJSലേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാറ്റം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഇളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് BDJS കടന്നു വരുന്നത്. അവർക്ക് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു 5 വർഷങ്ങൾ പിന്നിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ സാഹചര്യത്തിന് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം BDJS NDAയ്ക്കുള്ളിൽ വലിയ അതൃപ്തരാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ആലപ്പുഴ തന്നെ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ BDJS സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഇടങ്ങളിൽ NDAയിൽ തന്നെ BJP വിജയ സാധ്യതയുള്ള ഇടങ്ങളിൽ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി എന്നുള്ളതാണ്. അതിന് ഒരു മുന്നണി മര്യാദ എന്ന രീതിയിൽ BJP ഇടപെടുകയോ ആ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാവുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെ മത്സരിച്ച ഇടങ്ങളിലൊക്കെ തന്നെ പരാജയം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മറ്റൊന്ന്, കുട്ടനാട്ടിലടക്കം BDJS കഴിഞ്ഞ തവണ മത്സരിച്ച് നേടിയെടുത്ത സീറ്റുകളുണ്ട്.
ചെയ്തിട്ടുണ്ട്. ആ സീറ്റുകൾ ഒരു ദാക്ഷിണ്യവും കൂടാതെ BJP ആ സീറ്റുകൾ കവർന്നു എന്നുള്ള വലിയ വ്യാപകമായ പ്രതിഷേധം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യാതൊരുവിധ മുന്നണി മര്യാദകളും NDA എന്നുള്ള നിലയിൽ BDJസിന് BJPയുടെ ഭാഗത്ത് നിന്ന്, അതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJPയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നില്ല എന്നുള്ള വലിയ അതൃപ്തി പുകയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു യാഥാർത്ഥ്യം ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് സജിത്ത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് വെള്ളാപ്പള്ളി നടേശനും SNDP യോഗവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ എതിർവിഭാഗവും തമ്മിൽ നടക്കുന്ന ഒരു കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം SNDPയുടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് നടക്കുന്നത്. 200 പേർക്ക് ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലുള്ള വാദമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ മുഴുവൻ പേർക്കും വോട്ടവകാശം വേണം എന്നുള്ളത് പക്ഷേ നമുക്കറിയാം ഈ SNDPയുടെ കണക്കെടുത്താൽ 30 ലക്ഷത്തിന് മേൽ ആളുകളുള്ള ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് സ്റ്റേറ്റിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കമ്പനി ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു നിയമം പാസ്സാക്കാനോ അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനോ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ളതാണ്. കാരണം SNDP യോഗം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഉള്ളതല്ല, വിദേശത്തുൾപ്പെടെ SNDP യോഗത്തിന്റെ ശാഖകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്നത് കൊണ്ട് തന്നെ അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കമ്പനി ആക്ട് പ്രകാരം നിൽക്കുന്ന ഒരു സംവിധാനമാണ്. അതിനകത്ത് ഇവർക്ക് അനുകൂലമായൊരു ഇടപെടൽ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇത്രയധികം അസംതൃപ്തി ഉണ്ടാക്കിയിട്ടും BDJസിനെ BJPയിൽ കൊരുത്തു നിർത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ അത് എത്രമാത്രം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇതിന്റെ ഒരു മേൽത്തട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ പിന്നിലേക്ക് വരുമ്പോൾ സാധാരണ പ്രവർത്തകരിൽ അത് വലിയ അതൃപ്തി ഉണ്ടാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല. ജയിച്ച സീറ്റുകൾ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിഗണിക്കുന്നതിൽ വലിയ അലംഭാവമാണ് പ്രധാന പാർട്ടിയായ BJPയിൽ നിന്ന് ഉണ്ടാകുന്നതടക്കമുള്ള പ്രതിഷേധങ്ങൾ നിൽക്കുമ്പോഴാണ് നിലവിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയും അതിന്റെ ഒരു അതൃപ്തി വലിയ തോതിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതായത് ഇപ്പോൾ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി നമ്മളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ അദ്ദേഹം BJPയുടെ മുതിർന്ന നേതാക്കന്മാരുമായി കൂടിക്കാഴ്ചയുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അദ്ദേഹം ഡൽഹിയിലുണ്ട്. ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം വേണം എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ SNDP യോഗത്തിന് ഈ ഒരൊറ്റ വിഷയം മാത്രം പിടിച്ചുകൊണ്ട് ഇനി അത്തരത്തിൽ ബാക്കിയുള്ളവരെ മുഴുവൻ തൃപ്തരാക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് ഉള്ള ചോദ്യം അവരുടെ മുന്നിലേക്ക് നിൽക്കുന്നു. വരുന്ന 23-ന് BDJസിന്റെ കൗൺസിൽ യോഗം, സംസ്ഥാന കൗൺസിൽ ചേർത്തലയിൽ ചേരാനിരിക്കുകയാണ്. അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തെരഞ്ഞെടുപ്പ് പരാജയവും എന്താണ് ഇപ്പോൾ ഈ SNDPയുടെ കേസുകളെ സംബന്ധിച്ചുള്ള അതിന്റെ ഒരു നിലപാടും കേന്ദ്രം എന്ത് സഹായം നൽകും എന്നുള്ളതിനെ സംബന്ധിച്ചും വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. LDF മാത്രമല്ല സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ R നാസർ അത്തരത്തിൽ ഒരു വന്നാൽ സ്വാഗതം ചെയ്യുമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ R നാസറൊക്കെ വെള്ളാപ്പള്ളി നടേശനുമായി വളരെയധികം അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അങ്ങനെ ഒരു പാലമായി അവർ പ്രവർത്തിക്കുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു മുന്നണിയിലേക്ക്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ പോലും വെള്ളാപ്പള്ളിക്ക് ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്, ഇടതുപക്ഷ ചായ്വുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി വളരെ സ്ട്രോങ് ആയി അങ്ങനെ നിൽക്കുമ്പോൾ പോലും അപ്പുറത്തെ സൈഡിൽ കൂടി ഈ ഇടതുപക്ഷ വോട്ടുകളാണ് കൂടുതലായി ചോർന്ന് NDAയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ പിടിച്ചു നിർത്താനാകും എന്നുള്ളൊരു ചോദ്യം മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ താൻ SNDPയുടെ അധ്യക്ഷനാണെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴും അദ്ദേഹം തന്നെയാണ് അതിനകത്ത് അവസാന ഡിസിഷൻ എടുക്കേണ്ട പ്രധാനപ്പെട്ട ആൾ എന്നുള്ളത് അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയും ആയുള്ള അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടയിൽ ഇടതുപക്ഷവുമായി നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് UDFും അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ UDFിനോട് ചേർന്ന് പോകേണ്ട രീതിയിൽ നിലവിലത്തെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെയൊക്കെ ഒരു കോൺഫിഡൻസിൽ UDFും കൂടി അവരോടൊപ്പം ചേർന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും BDJസിന് കുറച്ചുകൂടി ചേർന്ന് പോകാൻ കഴിയുന്നത് ഇടതുപക്ഷത്തോട് ഒപ്പമാകും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ബോധ്യമാകുന്നത്. കാരണം ഇവരെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി ശക്തമായി നിലകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ അവർ NDA എന്നുള്ളൊരു മുന്നണിയുടെ ഭാഗമായി BDJS എന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. പക്ഷേ അവിടെ ഉള്ള വോട്ടുകൾ കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇതൊക്കെ സ്ട്രോങ് ഇടതുപക്ഷ വോട്ടുകളായിരുന്ന വോട്ടുകളാണ്, ഈഴ വോട്ടുകളാണ്. അത്തരത്തിലൊരു അടിയൊഴുക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇടതുപക്ഷത്തിനാകും BDJസിനെ ചേർത്ത് നിർത്തിയാൽ കൂടുതൽ ഗുണം ചെയ്യുക. പക്ഷേ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ
ഇക്കാര്യത്തിൽ UDF-ന് മേൽക്കൈ ഉണ്ടാകും, UDF ഭരണത്തിൽ വരും എന്നുള്ളൊരു ചർച്ച കൂടി തുടങ്ങിയതോടുകൂടി ആ രീതിയിലുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് അത് നടക്കുന്നുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും BDJS BJP-യിലേക്ക് കൊണ്ടുപോയ ഈഴവ വോട്ടുകളെ തിരികെ എത്തിക്കാൻ ഇടതുമുന്നണി ഇതിനെ സാധ്യതയാക്കുമോ? ശരണ്യ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നമുക്ക് മടങ്ങി വരാം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ശരണ്യ പരാമർശിച്ചതുപോലെയുള്ള രാഷ്ട്രീയ സാധ്യതകളുണ്ട്. പക്ഷേ BDJS-ന് മറ്റു ചില വെല്ലുവിളികൾ കൂടി നേരിടാനുണ്ട്. ആ വെല്ലുവിളികൾ എന്താണ് എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. അതായത് NDA ബന്ധം ഉപേക്ഷിച്ചാൽ, നേരത്തെ നമുക്കറിയാം NDAയ്ക്കൊപ്പം ചേർന്നാലുണ്ടാകുന്ന പ്രതിസന്ധി, NDAയ്ക്കൊപ്പം എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന സാഹചര്യം. ഇനി NDA വിട്ടാൽ, NDA ബന്ധം ഉപേക്ഷിച്ചാൽ BDJS കാത്തിരിക്കുന്നത് ഒരു പിളർപ്പ് എന്ന സൂചന കൂടി. കാരണം BDJS എന്നത് ഒരു SNDP കൂട്ടായ്മയ്ക്കപ്പുറം മറ്റ് സമുദായ സംഘടനകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ചേരുന്നതാണ് BDJS എന്ന കൂട്ടായ്മ. പേരിനെങ്കിലും അവരുടെ സാന്നിധ്യമൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ NDA ബന്ധം ഉപേക്ഷിച്ചാൽ ഒരു പിളരാനുള്ള സാധ്യത BDJS തള്ളിക്കളഞ്ഞുകൂടാ. അത്തരം സാഹചര്യം അവർക്ക് മുന്നിലുണ്ട്. രണ്ടാമത്തെ വെല്ലുവിളി എന്താണ് നോക്കാം. BJP പോയ വോട്ടുകൾ തിരികെ വരുമോ എന്ന വെല്ലുവിളി. അതായത് ഓർക്കുക, BJPക്ക് BDJS യഥാർത്ഥത്തിൽ ഒരു പാലമായിരുന്നു. അതായത് എന്താണ്, ഈഴവ വോട്ടുകൾക്ക് അത് BJPക്കൊപ്പം നിൽക്കാനുള്ള ഒരു തൊട്ടുകൂടായ്മ, അത് ഒഴിവാക്കാനുള്ള ഒരു പാലമായിരുന്നു. ആ പാലം എന്ന ദൗത്യം അത് പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ BJPയിലേക്ക് പോയ ആ ഈഴവ വോട്ടുകൾ ഇനി തിരികെ വരുമോ? BDJS-ന് NDAയുടെ ഒപ്പമല്ലാത്ത BDJS-ന് എന്ത് പ്രസക്തി എന്ന ചോദ്യം വലിയ വെല്ലുവിളി അവർക്ക് മുന്നിൽ ഉയർത്തുന്നുണ്ട്. മൂന്നാമത്തെ കാരണത്തിലേക്ക് വരാം. ഈ പിളർപ്പ് സംഭവിച്ചാൽ പിളർന്ന BDJS-നെ ഇടത് വലത് മുന്നണികൾ സ്വീകരിക്കുമോ എന്ന ആശങ്ക കൂടി അവർക്ക് മുന്നിലുണ്ട്. കാരണം പിളർന്നുപോയ BDJS-നെ ആർക്ക് വേണമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് അവർക്ക് മുന്നിലുണ്ടാകുന്ന വലിയ വെല്ലുവിളിയാണ്. മറ്റൊരു കാരണം, BJP ബന്ധം ഉപേക്ഷിച്ചാൽ തുഷാറിനെതിരെ കേന്ദ്ര അന്വേഷണം വരുമോ എന്ന കാര്യമാണ്. നേരത്തെ ശരണ്യ പരാമർശിച്ചു പോയ വിഷയവുമായി ചേർന്ന് പോകുന്നതാണ്. രണ്ട് വെല്ലുവിളികളാണ്. വലിയ ബിസിനസ് ബന്ധമുള്ളവരാണ് തുഷാർ വെള്ളാപ്പള്ളിയും ഒപ്പം വെള്ളാപ്പള്ളി നടേശനും. ആ ബിസിനസ് ബന്ധം ഒക്കെ ഇവർക്ക് ഈ സംഘടനാ പ്രവർത്തനത്തിൽ ഒരു തടസ്സമാകുമോ? അങ്ങനെ NDA ബന്ധം ഉപേക്ഷിച്ചാൽ ചില കേന്ദ്ര സർക്കാരിൻ്റെ ഭീഷണി അവർക്ക് മുന്നിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. മറ്റൊരു കാര്യം, നേരത്തെ ശരണ്യ പരാമർശിച്ചത് SNDPയുടെ കേസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അതിൽ കേന്ദ്ര സർക്കാർ അനുകൂലമായി നിൽക്കുമെന്ന ഒരു തോന്നലിലോ അടുപ്പത്തിലോ ഒക്കെ ആവാം NDAയുമായി ചേർന്ന് പോകുന്നത്. അതുകൂടി ഉപേക്ഷിക്കപ്പെട്ടാൽ ആ ഒരു പ്രതിസന്ധി അവർക്ക് മുന്നിൽ ഉണ്ടാവുന്നു എന്ന കാര്യം കൂടിയുണ്ട്. മറ്റൊരു കാര്യം പ്രസക്തമാണ്. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന വലിയൊരു മുദ്രാവാക്യമായിരുന്നു BDJS-ന്റെ രൂപീകരണ കാലത്തുണ്ടായത്. ആ മുദ്രാവാക്യം അവർക്ക് പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടി വരും. മുന്നണിക്കൊപ്പം ചേരുമ്പോൾ അവരുടെ പ്രഖ്യാപിത മുദ്രാവാക്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് വേണം മുന്നണി മാറ്റം കൂടി ഉണ്ടാവുക എന്ന സാഹചര്യമാണ്. ഇതാണ് BDJS-നെ കാത്തിരിക്കുന്ന വെല്ലുവിളിയും രാഷ്ട്രീയ സാഹചര്യങ്ങളും. എന്തായാലും നമ്മൾ പരിശോധിച്ചത് BDJS-ന്റെ മുന്നണി മാറ്റ സാധ്യതകളാണ്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾക്ക് തുടർച്ചയായി അത്തരം നീക്കം ഉണ്ടാകുമോ എന്ന പ്രസക്തമായ കാര്യം കൂടിയാണ്. ഇടത് വലത് മുന്നണികൾക്ക് മുന്നിൽ ഒരു സാധ്യതയുണ്ട്, BDJS-നെ ഒപ്പം നിർത്തുക എന്നത്. പക്ഷേ BDJS നിന്നാൽ എന്ത് കിട്ടുമെന്ന ചോദ്യം അവർ വിലയിരുത്തുന്നുണ്ടാവാം. ഇതിനുമപ്പുറം BDJS BJP ബന്ധം ഉപേക്ഷിക്കുമോ എന്ന ചോദ്യം കൂടി പ്രസക്തമാണ്.